എൻവി സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ വിഷു റിലീസായിട്ട് ഒട്ടനവധി സിനിമകളാണല്ലോ തിയേറ്ററിലേക്ക് വരാൻ നിൽക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മൂവിയാണല്ലോ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക എന്ന മൂവി. ഇപ്പോൾ ഇതാ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. 1,08,00,000 രൂപയാണ് സിനിമയുടെ കേരള പ്രീസെയിലായിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നെസ്ലിൻ നായകനായി എത്തുന്ന ആലപ്പുഴ ജിങ്കാന എന്ന മൂവിയുടെയും പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയാം, മമ്മൂട്ടി സിനിമയെയും അതേപോലെ തന്നെ ബസൂക്ക എന്ന മൂവിയെയും സിനിമ ഞെട്ടിച്ചിരിക്കുന്നു എന്ന്. 98 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷനായിട്ട്. നാളെ മുതൽ തിയേറ്ററുകളിൽ ബസൂക്ക വി എസ് ആലപ്പുഴ ജിങ്കാന ആകുമെന്ന് ഇപ്പോൾ ഇതാ ഉറപ്പാകപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ റിലീസാവുന്ന ഒരു പ്രധാനപ്പെട്ട മൂവിയാണല്ലോ തല അജിത്ത് നായകനായി എത്തുന്ന തമിഴ് മൂവിയായ ഗുഡ് ബൽ അഗ്ലി എന്ന മൂവി. സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷനും ഇപ്പോൾ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 24 ലക്ഷം രൂപയാണ് കേരള പ്രീസെയിൽ കളക്ഷനായിട്ട് ഇപ്പോൾ സിനിമ നേടിയിരിക്കുന്നത്. ഇതിനും താഴെയാണ് നമ്മുടെ ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസ് എന്ന മൂവി. സിനിമയ്ക്ക് ഏകദേശം 18 ലക്ഷം രൂപയാണ് കേരള പ്രീസെയിലായിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത്. പേരിൽ മാത്രമുള്ളൂ മരണമാസ്, പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് താഴെയാണ് സിനിമ നിൽക്കുന്നത്. നാളെ സിനിമയുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചുണ്ടാവും സിനിമയുടെ കളക്ഷൻ ഏതറ്റം വരെ പോകും. മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടും ഇപ്പോൾ ഇതാ വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് പോസിറ്റീവ് അല്ല, വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരാണെങ്കിലും അതേപോലെ തന്നെ മമ്മൂട്ടിയാണെങ്കിലും സിനിമയിൽ വളരെയധികം കോൺഫിഡൻസ് ആണ് എന്ന് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സിനിമയുടെ അണിയറ പ്രവർത്തകരായ പ്രൊഡക്ഷൻ ഡിസൈനർ സിനിമ കണ്ടിട്ട് പറഞ്ഞത് രോമം എണീച്ച് നിൽക്കുമെന്നാണ്. മമ്മൂട്ടിയുടെ ലുക്കും അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ആക്ഷനും എല്ലാം വേറെ ലെവലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗത്തിനുള്ള ചാൻസ് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കാത്തിരിക്കാം നാളെ 10-ാം തീയതി ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും വേണ്ടി.